വെൽക്കം ടു സ്റ്റൂട്രൈറ്റ്. നമ്മൾ ഇനി മുതൽ +1 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളാണ് തുടങ്ങാൻ പോകുന്നത്. സോ ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡും രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റും ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ ക്ലാസ്സുകൾക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും അതുപോലെ ഇങ്ങനെ ഡൗട്ട് ക്ലിയറൻസും ദെൻ നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം കിട്ടും. സോ സൗകര്യമുള്ളവർക്ക് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് ക്ലാസ്സുകളിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്റർ പല കുട്ടികൾക്കും അറിയാം, അധികം വെയിറ്റേജ് ഒന്നുമില്ല. പല ചോദ്യ പേപ്പറുകളിലും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങളൊന്നും കാണാറില്ല. എന്നാൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്നാണ് ചോദ്യത്തിന്റെ പേര്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് ജനറലൈസ് ചെയ്ത അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊരു ചോദ്യമാണ്. അധികം ഇന്നർ ഡെപ്ത് ആയിട്ട് ഒന്നുമില്ല, ഡെറിവേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചോദ്യമാണ്. സോ നമുക്ക് ആ ചോദ്യത്തിനകത്ത് എന്താണ് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ ചാപ്റ്റർ. സോ സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന ചോദ്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫിസിക്കൽ ഫിനോമിനനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ഫിനോമിനനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. മാക്രോസ്കോപ്പിക് സ്റ്റഡീസ് ആൻഡ് മൈക്രോസ്കോപ്പിക്. മാക്രോസ്കോപ്പിക്കും മൈക്രോസ്കോപ്പിക്കും. മാക്രോ എന്ന വാക്കിന് അർത്ഥം എന്താണ്? വലുത്, ലാർജ്, ബിഗ് എന്നൊക്കെയാണ് മാക്രോ എന്ന വാക്കിന് അർത്ഥം. സോ അതുപോലെ തന്നെ ഈ മാക്രോസ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ വലിയ വലിയ തിങ്സിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് എന്ന് പറയാം. മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ചെറിയ, വളരെ ചെറിയ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുക. സെയിം വേ മൈക്രോസ്കോപ്പിക് എന്നതിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ 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 ചെറിയ കൺസെപ്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോസ്കോപ്പിക്കിന് അണ്ടറിൽ വരുന്നത്. ഇനി നമുക്ക് മാക്രോസ്കോപ്പിക്കിൽ എന്തൊക്കെയാണ് വരിക നോക്കാം. മാക്രോസ്കോപ്പിക്കിനകത്ത് ആദ്യം വരുന്നത് മെക്കാനിക്സ്, രണ്ടാമത് ഒപ്റ്റിക്സ്, മൂന്നാമത് തെർമോഡൈനാമിക്സ്, നാലാമത് ഇലക്ട്രോഡൈനാമിക്സ്. എന്താണ് മെക്കാനിക്സ്? മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു മോഷൻ, മോഷനുമായി റിലേറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആക്സിലറേഷൻ, വെലോസിറ്റി, ഇനേർഷ്യ, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും മെക്കാനിക്സ്. ഇത് മാത്രമല്ല കുറെ കാര്യങ്ങൾ വരും. സോ മെക്കാനിക്സ് റിലേറ്റഡ് ടു മോഷൻ, ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഒപ്റ്റിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒപ്റ്റിക്സ് മീൻസ് ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയാം. ലൈറ്റ് റിലേറ്റഡ് ഫിനോമിനാസ് ലൈക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡൈഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ആ രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. അതെല്ലാം ഇതിനകത്ത് വരും, ഒപ്റ്റിക്സിനകത്ത് വരും. അടുത്തത് തെർമോഡൈനാമിക്സ്. പേരിൽ തന്നെ ഉണ്ട്. തെർമോഡൈനാമിക്സ് എന്താണ്? ടെമ്പറേച്ചർ റിലേഷൻസ്, അതുപോലെ തന്നെ മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം വരുന്നത് ഏതാണ്? ടെമ്പറേച്ചർ കൺവേർഷൻസ്, മാറ്ററിന്റെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം വരുന്നതാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇലക്ട്രോഡൈനാമിക്സ്. ഇലക്ട്രോഡൈനാമിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ പ്രോപ്പർട്ടീസ്, കാര്യങ്ങളെല്ലാം വരുന്നത് ഇലക്ട്രോഡൈനാമിക്സിലാണ്. സോ മാക്രോസ്കോപ്പിക്കിനകത്ത് 4 ബേസിക് ബ്രാഞ്ചുകളെ ഉള്ളൂ: മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ മൈക്രോസ്കോപ്പിക്. മൈക്രോസ്കോപ്പിനകത്ത് ജനറലൈസ് ചെയ്ത് നമുക്ക് ഒരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റം, ന്യൂക്ലിയായി, ഇലക്ട്രോൺ. ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കാണാൻ പറ്റാത്ത സാധനമാണ്. സോ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആറ്റത്തിനെ കുറിച്ച്, അതിനകത്തുള്ള ന്യൂക്ലിയസിനെ കുറിച്ച്, ഇലക്ട്രോണിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ ഫിസിക്കൽ ഫിനോമിനൽ 2 ഡിവിഷൻ, മൈക്രോസ്കോപ്പിക്, മാക്രോസ്കോപ്പിക്. അതിനകത്ത് ഇത് ആദ്യത്തേതിനകത്ത് 4 കണ്ടന്റുകൾ വരും, രണ്ടാമത്തേതിനകത്ത് ജസ്റ്റ് ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ 4 ബ്രാഞ്ചുകളും എന്തിനെ കുറിച്ചുള്ളതാണെന്നുള്ള ജനറൽ ഐഡിയ നിങ്ങളുടെ കയ്യിൽ വേണം. സെയിം വേ മൈക്രോസ്കോപ്പിക്കിനകത്തും എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് വേണം. ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു ചോദ്യം വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് എടുക്കാം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങൾ പരീക്ഷയിൽ കണ്ടുവരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, അതാണ് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ. ഈ 2 ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് ഒരു ബേസ് വേണം, അല്ലെങ്കിൽ ഒരു ഐഡിയ വേണം. സോ ഐഡിയ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഓരോരോ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ ഒന്നാമത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം യൂണിറ്റുകൾ. നിങ്ങൾക്ക് പല യൂണിറ്റുകളും അറിയാം, കാരണം നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ നമ്മൾ പല യൂണിറ്റ്സുകളും യൂസ് ചെയ്യാറുണ്ട്.
കിലോഗ്രാം ആണെങ്കിലും മീറ്റർ ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും ഇതെല്ലാം യൂണിറ്റുകളാണ്. സോ ഇങ്ങനെ ജനറലി നമുക്കൊരു കാര്യം അറിയാം, പക്ഷെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ തന്നെ ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. സോ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ് ഞാൻ മെൻഷൻ ചെയ്യാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ടൈം ആണ്. എല്ലാവർക്കും അറിയാം, ടൈം ആണ് നമ്മുടെ ഒന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് നമ്മൾ മീറ്ററിലും കിലോമീറ്ററിലും എല്ലാത്തിലും സെന്റിമീറ്ററിലും എല്ലാം പറയുന്ന കാര്യമാണ് ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തതാണ് മാസ്. നെക്സ്റ്റ് വൺ മാസ്. കിലോഗ്രാം, ഗ്രാം. നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര കിലോഗ്രാം വേണം അല്ലെങ്കിൽ ഇത്ര ഗ്രാം വേണം എന്നാണ് പറയാ. സോ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ടൈം, രണ്ടാമത്തെ ലെങ്ത്, മൂന്നാമത്തെ മാസ്. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിച്ചൊരു കുട്ടിക്ക് അടുത്ത് രണ്ടാമത്തെ അറിയണമല്ലോ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പേരിൽ തന്നെയുണ്ട്. ഡിറൈവ് ചെയ്തെടുക്കുക. മാക്സിലറി ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഫോർമുല ഉണ്ട്, അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ ഡിറൈവ് ചെയ്തിട്ട് വേറൊരു ഫോമാറ്റിലോട്ട് മാറ്റാം. സെയിം വേ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ മറ്റൊരു ക്വാണ്ടിറ്റിയിലോട്ട് മൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഫോം ചെയ്ത മറ്റു ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. മനസ്സിലാവുന്നുണ്ടോ? ദീസ് ആർ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ derived with the help of fundamental quantities. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. ഉദാഹരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണമാണ് ഏരിയ. ഏരിയ ലെങ്ത് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ഏരിയ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സെയിം വേ വോളിയം. അടുത്തത് വെലോസിറ്റി. അടുത്ത ആക്സിലറേഷൻ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ഈ വെലോസിറ്റി നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് എടുക്കുക? വെലോസിറ്റി ലെങ്ത്തും ടൈമും ഉപയോഗിച്ചിട്ടാണ് വെലോസിറ്റി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക. എത്ര ദൂരം സഞ്ചരിച്ചു, ഈ സമയത്തിനുള്ളിൽ ഈ കാർ എത്ര ദൂരം സഞ്ചരിച്ചു, അതല്ല വെലോസിറ്റി എന്ന് പറയുന്നത്. സെയിം വേ ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്തെടുത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ 2 കാര്യം, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന അടുത്തത് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. നെക്സ്റ്റ് വൺ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? അതായത് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയാം. ടൈമിന്റെയും ലെങ്തിന്റെയും മാസിന്റെയും യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. ഉദാഹരണം ഏതൊക്കെയാണ്? ടൈം നമ്മൾ ഏതിലൊക്കെ പറയും? സെക്കൻഡിൽ പറയും, ഹവറിൽ പറയും, മിനിറ്റിൽ പറയും. ഞാൻ ജസ്റ്റ് സെക്കൻഡ് തരുന്നുണ്ട്. ലെങ്ത് നമ്മൾ ഏതിലൊക്കെ പറയും? മീറ്ററിൽ പറയും, കിലോമീറ്ററിൽ പറയും, അങ്ങനെയൊക്കെ പറയില്ലേ? സോ ടൈം, സെക്കൻഡ്, മീറ്റർ, കിലോമീറ്റർ, മാസ് നമ്മൾ പറയുന്നത് കിലോഗ്രാം, ഗ്രാം. സോ ഇങ്ങനെയുള്ള യൂണിറ്റുകളിലെയാണ് നമ്മൾ എന്ത് പറയാ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് എന്ത് പറയാ? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയാം. അപ്പൊ അടുത്തത് ബി എന്തായിരിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ്സ്. എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഈ പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഏരിയയുടെ യൂണിറ്റ് ആണെന്ന് വെച്ചാൽ മീറ്റർ സ്ക്വയറിൽ പറയും. വോളിയത്തിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ചാൽ മീറ്റർ ക്യൂബിൽ പറയും. വെലോസിറ്റി ആണെന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡിൽ പറയും. ആക്സലറേഷൻ ആണെന്ന് വെച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ പറയും. സോ ഇതെല്ലാമാണ് നമ്മുടെ എന്ത് പറയാ? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഈ ചാപ്റ്ററിലുള്ള അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. ഈ സിസ്റ്റത്തെ ഏകദേശം ഒരു 4 സിസ്റ്റംസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഒരു ബോക്സിൽ ഞാനൊരു 3 സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ട് സിംപ്ലസ്റ്റ് മാനറിലായിരിക്കും. വൃത്തിയായിട്ട് മനസ്സിലാക്കൂ. സോ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? 3 FPS, CGS, MKS. ഈ ലെറ്റേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാനുള്ള ട്രിക്കുകൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ യൂണിറ്റ്സ് പഠിച്ചു വെക്കാനുള്ള ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം. ഈ ലെങ്ത്, മാസ്, ടൈമിനെ ഈ 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഈ ഡിഫറെന്റ് 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ഏത് രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് നോക്കാൻ പോകുന്നത്. ആദ്യം FPS എങ്ങനെയാണ്? F മീൻസ് ഫൂട്ട്, P മീൻസ് പൗണ്ട്, S മീൻസ് സെക്കൻഡ്. ക്ലിയർ അല്ലേ? അതായത് FPS സിസ്റ്റത്തിനകത്ത് ലെങ്തിനെ ഫൂട്ട് ആയിട്ടും മാസിനെ പൗണ്ട് ആയിട്ടും ടൈമിനെ സെക്കൻഡിലുമാണ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തത് CGS സിസ്റ്റത്തിനകത്ത് ലെങ്തിനെ സെന്റിമീറ്ററിലും മാസിനെ ഗ്രാമിലും ടൈമിനെ സെക്കൻഡിലുമായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെയാണ്?
C for സെന്റിമീറ്റർ, G for ഗ്രാം, S for സെക്കൻഡ്. ക്ലിയർ അല്ലേ? അടുത്തത് MKS സിസ്റ്റത്തിന്റെ കേസിൽ അതിനകത്ത് ഈ പറയുന്ന ലെങ്തിനെ മീറ്ററിലും, M for മീറ്റർ, K for കിലോഗ്രാം, S for സെക്കൻഡ്. മൂന്നെണ്ണത്തിലും സമയം സെക്കൻഡിൽ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷേ മാസിലും ലെങ്തിലും മാറ്റങ്ങളുണ്ട്. മാസ് പൗണ്ടിലാണ്, ഇവിടെ ഗ്രാമിലാണ്, ഇവിടെ കിലോഗ്രാമിലാണ്, ഫൂട്ടിലാണ്, സെന്റിമീറ്ററിലാണ്, മീറ്ററിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ഡാറ്റയാണ്. വൃത്തിയായിട്ട് തന്നെ ഈ കാര്യം പഠിച്ചു വയ്ക്കുക. അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. അതാണ് ഞാൻ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇട്ടിരിക്കുന്നത്. അത്രയും തവണ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പരീക്ഷയിൽ കണ്ടിട്ടുണ്ട്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് SI സിസ്റ്റം. അപ്പൊ എന്തൊക്കെയാണ് SI സിസ്റ്റത്തിനകത്തുള്ളത്? 7 ടേംസ് ഉണ്ട് SI സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ 7 ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ അതിന്റെ യൂണിറ്റ്സും അതിന്റെ റെപ്രസെന്റേഷനും വൃത്തിയായിട്ട് പഠിക്കുക. എന്തൊക്കെ പഠിക്കണം? ക്വാണ്ടിറ്റീസും യൂണിറ്റും അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് 7 എണ്ണം വൃത്തിയായിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ ലെങ്ത്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, M എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് മാസ്, കിലോഗ്രാം, kg എന്ന് റെപ്രസെന്റ് ചെയ്യും. ടൈം സെക്കൻഡില് S എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ടൈമിന് മോസ്റ്റ് പ്രോബബ്ലി ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ 3 സിസ്റ്റത്തിൽ നമ്മൾ സെക്കൻഡിൽ തന്നെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്. 10th നിങ്ങൾ പ്രോപ്പർലി പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് ആംപിയർ ആണ്. A എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ ശരിക്കും 3 ക്വാണ്ടിറ്റീസ് റെപ്രസെന്റ് ചെയ്യും: ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്. നെക്സ്റ്റ് വൺ കെൽവിൻ. ഹിയർ ഇറ്റ് ഈസ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ ആയത് കാരണം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കെൽവിനിലാണ്. K എന്നാണ് ഡിനോട്ട് ചെയ്യുക. വൃത്തിയായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. കെമിസ്ട്രിയിൽ നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഏതാണ്? മോൾസ്. മോൾ കൺസെപ്റ്റിലൊക്കെ വൃത്തിയായിട്ട് പഠിക്കുന്നില്ലേ? സോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, MOL എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ലൂമിനസ് ഇന്റൻസിറ്റി. കാൻഡേല എന്ന് പറയുന്ന യൂണിറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. CD എന്നാണ് നമ്മൾ അതിനെ എഴുതുക. ഓക്കെ, കാൻഡേല എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്, CD എന്നാണ് നമ്മൾ എഴുതുക. ക്ലിയർ അല്ലേ? സോ ഈ പറഞ്ഞ 7 ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സും അതിന്റെ റെപ്രസെന്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിന് വേണ്ടി ചോദിക്കാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കണ്ടിട്ടുണ്ട്. സോ മാച്ച് ദ ഫോളോയിങ് കണ്ടിട്ടുണ്ട്. സോ വൃത്തിയായിട്ട് പഠിക്കുക. നല്ല മാർക്ക് നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ ഈ ചാപ്റ്ററിൽ സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ നിങ്ങളുടെ ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചത് SI യൂണിറ്റ്സ്. സോ അതിന് നമ്മൾ കുറച്ച് ഡയമെൻഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ, മാസിനെ ക്യാപിറ്റൽ M, ലെങ്തിനെ ക്യാപിറ്റൽ L, ടൈമിനെ ക്യാപിറ്റൽ T, തെർമോഡൈനാമിക് ടെമ്പറേച്ചറിനെ ക്യാപിറ്റൽ K, ലൂമിനസ് ഇന്റൻസിറ്റിനെ CD തന്നെയാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ മോൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസിലും അല്ലെങ്കിൽ യൂണിറ്റിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി യൂസ് ചെയ്യുന്നത് ഈ 3 ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? മാസ്, ലെങ്ത്, ടൈം. സോ MLT ഈ 3 പാരാമീറ്റേഴ്സ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഞാൻ അടുത്തത് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരും, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നാലും ഈ 3 റെപ്രസെന്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൂടാതെ തന്നെ ഈ 3 എണ്ണം കൂടി അറിഞ്ഞു വെക്കുക. പക്ഷെ നമ്മുടെ മാക്സിമം മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിൽ ഈ 3 ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ആ രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ക്യാപിറ്റൽ M, ക്യാപിറ്റൽ L, ക്യാപിറ്റൽ T ആണ് ഇതിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ പറയുന്ന ഡയമെൻഷണൽ ടേംസ് ഉപയോഗിച്ചിട്ട് ഓരോ യൂണിറ്റ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. ക്ലിയർ? ഡയമെൻഷണൽ ടേംസ് ഉപയോഗിച്ചിട്ട് ഓരോ യൂണിറ്റ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യം ഏരിയ. ഏരിയനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഏരിയ അപ്പൊ ഈ പറയുന്ന ഡയമെൻഷനലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം അറിയണം. ഒന്നില്ലെങ്കിൽ അതിന്റെ ഫോർമുല അറിയണം, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് അറിയണം. 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഞാൻ യൂണിറ്റിന്റെ ബേസിസിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ഒന്നില്ലെങ്കിൽ അതിന്റെ ഫോർമുല അറിഞ്ഞാൽ മതി, അതും അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് അറിഞ്ഞാൽ മതി. സോ ഇനീഷ്യലി ഞാൻ ഏരിയയാണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? ഏരിയ നമ്മൾ സാധാരണഗതിയിൽ മീറ്റർ സ്ക്വയറിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഏരിയ നമ്മൾ സാധാരണഗതിയിൽ മീറ്റർ സ്ക്വയറിലാണ്. മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ റെപ്രസെന്റേഷൻ അല്ലേ, അല്ലെ ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലേ. സോ ലെങ്തിനെ നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഞാൻ സൈഡിൽ എഴുതി വെക്കാം. ലെങ്തിനെ നമ്മൾ ക്യാപിറ്റൽ L എന്നാണ് കൊടുത്തത്, ശരിയല്ലേ? ലെങ്തിനെ ക്യാപിറ്റൽ L എന്നാണ് കൊടുത്തത്. സോ ഏരിയ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? L സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഏരിയനെ L സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. വൃത്തിയായിട്ട് മനസ്സിലായില്ലേ? അതായത് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ വേണമെങ്കിൽ M സ്ക്വയർ എന്ന് പറയാൻ, ഞാൻ മീറ്റർ സ്ക്വയർ എന്ന് തന്നെ എഴുതാം. മീറ്റർ സ്ക്വയർ എന്നാണ്. സോ നമ്മൾ ഡയമെൻഷനലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? L സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യും. അതർവൈസ് M പവർ ഓഫ് 0 L സ്ക്വയർ T പവർ ഓഫ് 0 എന്ന് റെപ്രസെന്റ് ചെയ്യും. വൃത്തിയായിട്ട് മനസ്സിലാക്കുക.
എം പവർ ഓഫ് 0 എൽ സ്ക്വയർ ടി പവർ ഓഫ് 0. എമ്മും ടിയും ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ പവറിൽ 0 കൊടുത്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അടുത്തൊരു ക്വാണ്ടിറ്റി എടുത്താലോ? അടുത്ത ക്വാണ്ടിറ്റി ആണ്, ഞാൻ വോള്യം എടുക്കുന്നുണ്ട്. വോള്യം നമുക്കറിയാം, വോള്യത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ് വോള്യത്തിന്റെ യൂണിറ്റ്. സോ മീറ്റർ സ്ക്വയറിന് എൽ സ്ക്വയർ കൊടുത്താൽ മീറ്റർ ക്യൂബ് എന്ത് കൊടുക്കും? എൽ ക്യൂബ് എന്ന് കൊടുക്കണം. സോ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എം പവർ ഓഫ് 0 എൽ പവർ ഓഫ് 3 ടി പവർ ഓഫ് 0 എന്ന് കൊടുക്കാം. വൃത്തിയായിട്ട് മനസ്സിലായില്ലേ? നെക്സ്റ്റ് പാരാമീറ്റർ നമുക്ക് വെലോസിറ്റി എടുക്കാം. വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റിന്റെ യൂണിറ്റ്. മീറ്റർ എന്ന് പറയുന്നത് ലെങ്തിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലെങ്ത് വരും പെർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എൽ ബൈ ടി എന്ന് എഴുതും. എൽ ബൈ ടി അല്ലേ? ടി മേലോട്ട് പോയി എന്താവും? ടി പവർ ഓഫ് -1 ആവും. സോ എൽ ടി പവർ ഓഫ് -1 ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മീറ്റർ പെർ സെക്കൻഡ് ആണ്, മീറ്റർ എന്ന് പറഞ്ഞ ലെങ്തിന്റെ ആണ്. സോ എൽ ബൈ ടി എന്ന് വരും. ടി മേലോട്ട് പോകുമ്പോൾ എൽ ടി പവർ ഓഫ് -1 വരും. അതർവൈസ് m പവർ ഓഫ് 0 l t പവർ ഓഫ് -1 കൊടുക്കാം. m പവർ ഓഫ് 0 l t പവർ ഓഫ് -1. അടുത്ത ഞാൻ നോക്കാൻ പോകുന്ന ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്കറിയാം മീറ്ററിന്റെ എന്താണ്? എൽ ആണ്. സെക്കൻഡിന്റെ ടി ആണെങ്കിൽ സെക്കൻഡ് സ്ക്വയറിന് എന്തായിരിക്കും? ടി സ്ക്വയർ എന്നായിരിക്കും. ടി സ്ക്വയർ മേലോട്ട് പോകുമ്പോൾ എൽ ടി പവർ ഓഫ് -2 എന്ന് വരും. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എം പവർ ഓഫ് 0 എൽ ടി പവർ ഓഫ് -2 എന്ന് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. അതർവൈസ് എൽ ടി പവർ ഓഫ് -2 എന്ന് റെപ്രസെന്റ് ചെയ്താലും തെറ്റില്ല. അടുത്ത നെക്സ്റ്റ് വൺ, ഇപ്പൊ സപ്പോസ് ഞാൻ ഫോഴ്സ് എടുക്കുകയാണ് കേട്ടോ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F ഈക്വൽ ടു ma അല്ലേ? സോ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, F ഈക്വൽ ടു ma എന്ന് പറയുന്ന ഫോർമാറ്റ്. F ഈക്വൽ ടു ma എന്ന് പറയുന്ന ഫോർമാറ്റ്. ക്ലിയർ അല്ലേ? മാസിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? മാസിനെ m എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. ശരിയല്ലേ? ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ടി പവർ ഓഫ് -2 ആണ്. സോ m എൽ ടി പവർ ഓഫ് -2 എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയോ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിനെ m എന്ന് കൊടുക്കാം, ആക്സിലറേഷന് എൽ ടി പവർ ഓഫ് -2 എന്ന് കൊടുക്കാം. ആക്സിലറേഷന് എൽ ടി പവർ ഓഫ് -2. സോ ഫോഴ്സിന്റെ എന്താണ് ഡയമെൻഷനലി നമുക്ക് എങ്ങനെ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം? ml ടി പവർ ഓഫ് -2 എന്ന് കൊടുക്കാം. ml ടി പവർ ഓഫ് -2. അടുത്ത നമുക്ക് ഏത് നോക്കാം? അടുത്ത നമുക്ക് ഡെൻസിറ്റി കൂടി നോക്കാം. നെക്സ്റ്റ് വൺ, ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നൊക്കെയാണ് നമ്മൾ ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുക. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലല്ല ഡെൻസിറ്റി. കിലോഗ്രാം മീൻസ് മാസ് ആണ്. കിലോഗ്രാം മാസിന്റെ റെപ്രസെന്റേഷൻ അല്ലേ? സോ m ഡിവൈഡഡ് ബൈ മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ ഇവിടെ മീറ്റർ ക്യൂബ് ആണ്. സോ നമുക്ക് ഇത് കൊടുക്കാം എൽ ക്യൂബ് എന്ന് കൊടുക്കാം. മീറ്റർ ക്യൂബിന് പകരം എൽ ക്യൂബ് എന്ന് കൊടുക്കാം. സോ ഈ എൽ ക്യൂബിനെ മുകളിലോട്ട് കൊണ്ടുവരാലോ. സോ എം എൽ പവർ ഓഫ് -3 എന്ന് വരും. എം എൽ പവർ ഓഫ് -3 എന്ന് വരും. അതർവൈസ് എം എൽ പവർ ഓഫ് -3 ടി പവർ ഓഫ് 0 എന്ന് കൊടുക്കാം. എം എൽ പവർ ഓഫ് -3 ടി പവർ ഓഫ് 0 എന്ന് കൊടുക്കാം. സോ ഈ രീതിയിലാണ് നമ്മുടെ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഏതിൽ റെപ്രസെന്റ് ചെയ്യുക? ഡയമെൻഷന്റെ ഫോമാറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. വൃത്തിയായിട്ട് കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇത് കൂടാതെ കുറേ ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. സോ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നമ്മളോട് ഡൗട്ടുകൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഈ പറയുന്ന ഡയമെൻഷണൽ ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻ. 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണിത്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. തന്നിരിക്കുന്ന ഇക്വേഷൻ എത്രത്തോളം കറക്റ്റ് ആണ്, അതായത് LHSഉം RHSഉം ഈക്വൽ ആണോ, ഡയമെൻഷനലി ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. ഒരു ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് AT. 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫിസിക്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് v ഈക്വൽ ടു u പ്ലസ് AT. എന്തായിരുന്നു v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആയിരുന്നു, u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, t എന്ന് പറഞ്ഞാൽ ടൈം ആണ്. ഈ ഇക്വേഷൻ നമുക്കറിയാം. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. v മീൻസ് വെലോസിറ്റി. അത് ഫൈനൽ ആണെങ്കിലും ഇനീഷ്യൽ ആണെങ്കിലും വെലോസിറ്റിക്ക് ഒരു ഡയമെൻഷനേ ഉള്ളൂ. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? എൽ ടി പവർ ഓഫ് -1. നമുക്കറിയാം വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അതേ ഡയമെൻഷൻ എൽ ടി പവർ ഓഫ് -1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അടുത്തത് ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിലും ഒരേ ഡയമെൻഷൻ തന്നെയാണ്, എൽ ടി പവർ ഓഫ് -1. ക്ലിയർ അല്ലേ? അടുത്ത ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്തായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്? എൽ
ടി പവർ ഓഫ് -2. ആക്സിലറേഷൻ ഡയമെൻഷൻ L ടി പവർ ഓഫ് -2 ആണ്. കാരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ എന്ത് വരും? L ബൈ ടി പവർ ഓഫ് -2 എന്ന് വരും. സോ L ടി പവർ ഓഫ് -2 എന്ന് വരും. ക്ലിയർ അല്ലേ? സോറി, L ബൈ ടി പവർ ഓഫ് -2 അല്ല, L ബൈ ടി സ്ക്വയർ എന്ന് വരും. സോ അത് മുകളിലോട്ട് പോകുമ്പോൾ L ടി പവർ ഓഫ് -2 എന്നാവും. സോ ആക്സിലറേഷൻ ഡയമെൻഷൻ നമുക്ക് കിട്ടി. അടുത്തത് ടൈമിന്റെ ഡയമെൻഷൻ. ടൈമിന് ടി എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. ടൈമിന് ടി എന്ന് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ പറയുന്ന ഡയമെൻഷൻസ് എല്ലാം എടുത്ത് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വിക്ക് പകരം L ടി പവർ ഓഫ് -1 ഈക്വൽ ടു യുക്കും L ടി പവർ ഓഫ് -1 പ്ലസ് ആക്സിലറേഷന് പകരം L ടി പവർ ഓഫ് -2 ഇൻറ്റു ഒരു ടി കൂടി ഉണ്ട് അല്ലേ, ഇൻറ്റു ടി. ഏത് ടി ആണ്? ഈ പറയുന്ന ടൈമിന്റെ ടി ആണ്. ഞാൻ ലാസ്റ്റ് ഇൻറ്റു ടി ആയിട്ട് ഇട്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ടേം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. L ടി പവർ ഓഫ് -2 ഇൻറ്റു ടി ആണ്. L ടി പവർ ഓഫ് -2 ഇൻറ്റു ടി ആണ്. അപ്പൊ വെറുതെ ടിയുടെ പവറിൽ 1 ആയിരിക്കും അല്ലെ? വെറുതെ ടിയുടെ പവറിൽ 1 ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും? L അവിടെ നിർത്തുന്നു. ടി രണ്ടും ബേസ് സെയിം ആണ്. സോ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യാം. സോ ടി പവർ ഓഫ് -2 പ്ലസ് 1 എന്ന് വരും. ടി പവർ ഓഫ് -2 പ്ലസ് 1 എന്ന് വരും. സോ ഈക്വൽ ടു L ടി പവർ ഓഫ് -2 പ്ലസ് 1 എത്രയാണ്? -1 ആണ്. സോ L ടി പവർ ഓഫ് -1 എന്ന് തന്നെ നമുക്ക് കിട്ടും. L ടി പവർ ഓഫ് -1 എന്ന് തന്നെ കിട്ടും. സോ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്താൽ നമുക്ക് L ടി പവർ ഓഫ് -1 എന്ന് തന്നെ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ L ടി പവർ ഓഫ് -1 ഈക്വൽ ടു L ടി പവർ ഓഫ് -1 പ്ലസ് L ടി പവർ ഓഫ് -1. സോ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഇക്വേഷന്റെ LHSന്റെയും RHSന്റെയും ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. ഓരോ ഇൻഡിവിജ്വൽ ടേംസിന്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. ഇവിടെ പ്രോപ്പർലി നിങ്ങൾക്ക് അറിയേണ്ട ഒരേ ഒരു കാര്യം, ഈ പറയുന്ന പാരാമീറ്റേഴ്സിന്റെ എല്ലാം ഡയമെൻഷൻസ് ആണ്. ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും ടൈമിന്റെയും ഡയമെൻഷൻ അറിയണം. അതെടുത്ത് നമ്മുടെ ഈ പറയുന്ന ഇനീഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇവിടെ ആകെ ഒരു സിമ്പിൾ സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. L ടി പവർ ഓഫ് -2 ഇൻറ്റു ടി. ടിയുടെ പവർ 1 ആണ്, ഇവിടെ -2 ആണ്. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ -1 എന്ന് വരും. സോ L ടി പവർ ഓഫ് -1 എന്ന് വരും. സോ ഈ പറയുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്നാണ് നമ്മൾ ലാസ്റ്റ് എൻഡ് അപ്പ് ചെയ്യേണ്ടത്. ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. സോ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതേ ടോപ്പിക്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ തന്നെയാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും അവെയർ ആയിട്ടുള്ള ഇതേ ഫോമിൽ നമുക്ക് അവെയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. V square equal to U square plus 2AS. V square equal to U square plus 2AS. ഇത് നമ്മുടെ വെലോസിറ്റിയുടെ ബേസിക് ഇക്വേഷൻ ആണ്. നമ്മൾ 10th പഠിച്ച ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ എത്രത്തോളം ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു കേട്ടോ. സോ അതിനുവേണ്ടി നമുക്ക് ഓരോ പാരാമീറ്റേഴ്സും എന്താണെന്ന് അറിയണമല്ലോ. സോ ആദ്യം ഇനീഷ്യലി വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റി ഡയമെൻഷൻ നമുക്കറിയാം L ടി പവർ ഓഫ് -1 ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L ടി പവർ ഓഫ് -1 തന്നെയാണ്. സെയിം വേ അടുത്തത് ഇനീഷ്യൽ വെലോസിറ്റി u, അതിന്റെ ഡയമെൻഷനും L ടി പവർ ഓഫ് -1 തന്നെയാണ്. നെക്സ്റ്റ് വൺ 2 കണക്കാക്കേണ്ട ആവശ്യമില്ല, കോൺസ്റ്റന്റ് ആണ്. അടുത്ത a മീൻസ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഡയമെൻഷൻ L ടി പവർ ഓഫ് -2 ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ L ടി പവർ ഓഫ് -2 ആണ് നമുക്കറിയാം. നെക്സ്റ്റ് വൺ s എന്ന് പറഞ്ഞാൽ എന്താണ്? S എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് S എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിലും നമ്മുടെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ലെങ്ത്തിന്റെ രൂപത്തിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. ഇനി ഈ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബിക്ക് പകരം L ടി പവർ ഓഫ് -1 ഹോൾ സ്ക്വയർ, കാരണം മുകളിൽ ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈക്വൽ ടു യുക്കും L ടി പവർ ഓഫ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 2ന്റെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, AS ആണ്. എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L ടി പവർ ഓഫ് -2 ഇൻറ്റു S എന്ന് പറഞ്ഞാൽ എന്താ ഡയമെൻഷൻ പറഞ്ഞ് L ആണ്. സോ ഇൻറ്റു L എന്ന് വരും. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഈ സ്ക്വയർ ഉള്ളിലോട്ട് ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ L സ്ക്വയർ ടി പവർ ഓഫ് -2 എന്ന് വരും. L സ്ക്വയർ ടി പവർ ഓഫ് -2 എന്ന് വരും. റൈറ്റ് സൈഡ് നോക്കിക്കേ, അവിടെയും നമ്മൾ സ്ക്വയർ അകത്തോട്ട് ഇടുകയാണ്. സോ L സ്ക്വയർ ടി പവർ ഓഫ് -2 എന്ന് വരും. പ്ലസ് ഒരു L ഉണ്ട്, ഇവിടെയും L ഉണ്ട്. ഇതിന്റെ പവറും 1 ആണ്, ഇതിന്റെ പവറും 1 ആണ്. സോ ടോട്ടൽ എത്ര വരും? L സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? L പവർ ഓഫ് 1 ഇൻറ്റു L പവർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ L സ്ക്വയറിന് ഈക്വൽ ആണ്. L പവർ ഓഫ് 1 ഇൻറ്റു L പവർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ L സ്ക്വയറിന് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയും L ആണ്, ഇവിടെയും L ആണ്. സോ L സ്ക്വയർ എന്ന് വരും.
ടി പവർ ഓഫ് -2 എന്ന് പറയുന്നത് എൽ സ്ക്വയർ ടി പവർ ഓഫ് -2. ചെക്ക് ചെയ്ത് നോക്കിക്കേ, എൽ എച്ച് എസിനെയും ആർ എച്ച് എസിനെയും എല്ലാത്തിന്റെയും ഡയമെൻഷൻസ് എന്താണ്? സെയിം ആണ്. സോ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയാം. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കണം, ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയണം. സോ ഈ ഇത്തരത്തിലുള്ള ചോദ്യം വരികയാണെങ്കിൽ അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പരീക്ഷകളിൽ വരിക. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ തന്നെ നിങ്ങൾ പഠിക്കും. നമ്മൾ നമ്മുടെ അടുത്ത അപ്ലിക്കേഷനിലോട്ട് കിടക്കണം. ഈ പറയുന്ന ഡയമെൻഷൻ ക്വാണ്ടിറ്റീസിന് സെക്കൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കൺവേർട്ട് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നമുക്ക് 4 സിസ്റ്റത്തെ കുറിച്ച് വൃത്തിയായിട്ട് അറിയാം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ SI സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. SI സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ചോദ്യത്തിലോട്ട് കിടക്കാം. കൺവേർട്ട് 1 ജൂൾ ഇൻടു എർഗ്. കൺവേർട്ട് 1 ജൂൾ ഇൻടു എർഗ്. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന എർഗ് എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ്. എർഗ് എന്ന് പറയുന്നത്, ജൂൾ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ്. ക്ലിയർ? ഫൈൻ. ഇനി നമുക്ക് ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ് നമുക്ക് ആദ്യം അറിയണം. ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് അറിയണം. ജൂൾ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആണ്. റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. സോ വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്കിന്റെ ഇക്വേഷൻ. ശരിയല്ലേ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ നമുക്ക് ഡയമെൻഷൻ ഇനീഷ്യലി കണ്ടുപിടിക്കാം. അതിനാണ് ഞാൻ ഈ മോഡിൽ പോകുന്നത്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി അറിയാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഈക്വൽ ടു F equal to m ആണ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം ml t പവർ ഓഫ് -2. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t പവർ ഓഫ് -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എന്താണ്? L തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ലെങ്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് L എന്ന് കൊടുത്തു. സോ ഈക്വൽ ടു ml സ്ക്വയർ t പവർ ഓഫ് -2 എന്നാവും. L into L, L സ്ക്വയർ എന്നാവും. സോ ml സ്ക്വയർ t പവർ ഓഫ് -2 എന്ന് കിട്ടി. നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? വർക്കിന്റെ ഡയമെൻഷൻ ആണ് ml സ്ക്വയർ t പവർ ഓഫ് -2 എന്ന് കിട്ടിയിരിക്കുന്നത്. വർക്കിന്റെ ഡയമെൻഷൻ കിട്ടിയിരിക്കുന്നത്. അടുത്ത നമ്മൾക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോർമുല നമുക്കറിയാം. ഫോർമുല എങ്ങനെയാണ്? n1 ഇൻറ്റു m1 l1 t1 പവറിൽ ABC ഈക്വൽ ടു n2 ഇൻറ്റു m2 L2 T2 പവറിൽ അതേപോലെ തന്നെ ABC. ഈ ഒരു ഫോർമുല നമുക്ക് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ഫോർമുലയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. N1 അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിരിക്കും. ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു സിസ്റ്റം ആയിരിക്കും. സോ ഈ സിസ്റ്റത്തിൽ നിന്ന് അതിലോട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സോ N1 എന്ന് പറയുന്നത് ആദ്യത്തെ സിസ്റ്റത്തിലുള്ള യൂണിറ്റിന്റെ കൗണ്ട്, N2 എന്ന് പറയുന്നത് രണ്ടാമത്തതിന്റെ കൗണ്ട്. ക്ലിയർ? ഫൈൻ. അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് 1 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. സോ N1ന്റെ വാല്യൂ എത്രയാണ്? N1 ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുക. ക്ലിയർ? ഒരു ജൂളിനെ എർഗിലോട്ട് മാറ്റണം. സോ ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണ്? ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണ്? അപ്പൊ N1 എന്ന് പറയുന്നത് 1 ആണ്. സോ N1ന് പകരം നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ? അടുത്തത് ഈ പറയുന്ന അകത്ത് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ വർക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ വർക്കിന്റെ ഡയമെൻഷൻ അതുപോലെ തന്നെ എഴുതാം. വർക്കിന്റെ ഡയമെൻഷൻ അതുപോലെ തന്നെ എഴുതുകയാണ്. സോ ml സ്ക്വയർ t പവർ ഓഫ് -2 ml സ്ക്വയർ t പവർ ഓഫ് -2 ഇങ്ങനെ ഇട്ടാൽ മതിയോ? പോരാ. m1 l1 t1 പവർ ഓഫ് -2 എന്ന് ഇടണം. ഈക്വൽ ടു n2. n2ന്റെ വാല്യൂ നമുക്ക് അറിയോ? ഇല്ല. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ n2ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ n2 തന്നെ ഇടാം. ഇവിടെ നെക്സ്റ്റ് വൺ, ഇവിടെയും അതുപോലെ തന്നെ ഡയമെൻഷൻ സെയിം വേ ഇടണം. ml സ്ക്വയർ t പവർ ഓഫ് -2 തന്നെ ഇടാം. വർക്കിന്റെ അതേ ഡയമെൻഷൻ തന്നെയാണ്, കാരണം രണ്ടും വർക്കിന്റെ യൂണിറ്റ്സ് തന്നെയാണ്. സോ ml സ്ക്വയർ t പവർ ഓഫ് -2 തന്നെ ഇടണം. ഇവിടെ പക്ഷേ m2 l2 t2 പവർ ഓഫ് -2. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന n2 ആയതുകൊണ്ട് തന്നെ ഈ ടേം നമ്മുടെ താഴോട്ട് വരും. സോ n2 ഈക്വൽ ടു എന്തെഴുതാം? m1 l1 സ്ക്വയർ t1 പവർ ഓഫ് -2 ഹോൾ ഡിവൈഡഡ് ബൈ താഴത്തെ ടേം വരില്ലേ? ഈ ടേം താഴെ വരുമല്ലോ. സോ m2 l2 സ്ക്വയർ t2 പവർ ഓഫ് -2 എന്ന് വരും. വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനുവൽ തന്നെ പഠിക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഇൻഡിവിജ്വലി തന്നെ ഓരോ ടേംസ് ഡിവൈഡ് ചെയ്യാണ്. സോ എങ്ങനെയാ വരിക എന്ന് പറഞ്ഞുതരാം. m1 ബൈ m2. എമ്മിന്റെ പവർ എത്രയാണ്? 1 ആണ്. സോ വേണമെങ്കിൽ 1 ഇടാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ l1 ബൈ l2. എല്ലിന്റെ പവർ എത്രയാണ്? 2 ആണ്. സോ രണ്ടിനെയും 2 ആയതാണ് മുകളിൽ കോമൺ ആയിട്ട് 2 എന്നിട്ടു. നെക്സ്റ്റ് വൺ t1 ബൈ
T2 പവർ എത്രയാണ്? രണ്ടിന്റെയും -2 ആണ്. സോ പവറിൽ -2 ആയിട്ട് എഴുതി. വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ പ്രോപ്പർ പ്രൊസീഡിങ്സിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി എന്താണ് M1, അതുപോലെ തന്നെ എന്താണ് M2, എന്താണ് L1, എന്താണ് L2, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ഈ പറയുന്ന M1, L1, T1 എന്ന് പറയുന്നത് SI യൂണിറ്റ്സിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അടുത്തത് M2, L2, T2 എന്ന് പറയുന്നത് CGS യൂണിറ്റ്സിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ അല്ലേ? സോ മാസിനെ SI യൂണിറ്റിൽ നമ്മൾ എന്താണ് പറയാ? മാസിനെ SI യൂണിറ്റിൽ എന്താണ് പറയാ? കിലോഗ്രാം എന്ന് പറയും. ശരിയല്ലേ? അതേ മാസിനെ CGS യൂണിറ്റിൽ നമ്മൾ എന്താ പറയാ? ഗ്രാം എന്നാണ് പറയാ. ഗ്രാം എന്ന് പറയും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ലെങ്തിനെ SI യൂണിറ്റിൽ നമ്മൾ എന്താ പറയാ? മീറ്റർ എന്നാണ് പറയാ അല്ലെ? മീറ്റർ. അതേ ലെങ്തിനെ CGS യൂണിറ്റിൽ നമ്മൾ എന്താണ് പറയാ? സെന്റിമീറ്റർ എന്നാണ് പറയാ. സെന്റിമീറ്റർ. പവർ ഓഫ് 2 ഇടാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വൺ, ടൈം. ടൈം SI യൂണിറ്റിലും CGS യൂണിറ്റിലും ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് തന്നെയാണ്. ഈ രണ്ട് സിസ്റ്റത്തിലും ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് എന്ന് തന്നെയാണ്. വൃത്തിയായിട്ട് മനസ്സിലായോ? ഇവിടെയാണ് ഈ പറയുന്ന രണ്ട് സിസ്റ്റത്തിനും ഇമ്പോർട്ടൻസ് വരുന്നത്, SIയും CGSഉം. സോ ആദ്യത്തെ സിസ്റ്റം എന്ന് പറയുന്നത് SIയിലാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് CGSയിലാണ്. സോ ആ രീതിയിൽ നമ്മളിവിടെ കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് വൺ, കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് മാറ്റണം. ഇവിടെ കിലോഗ്രാമിലാണ് ന്യൂമറേറ്റർ, താഴെ ഗ്രാമിലാണ്. സോ കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് എങ്ങനെ മാറ്റാം? 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. 1000 ഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത്. സോ ഞാൻ ന്യൂമറേറ്റർ ഇതിലോട്ട് മാറ്റി, ഗ്രാമിലോട്ട് മാറ്റി. സെയിം വേ മീറ്ററിനെ ഇതിലോട്ട് മാറ്റണം, സെന്റിമീറ്ററിലോട്ട് മാറ്റണം. സോ 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയും. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. പവറിൽ 2 ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ, സെക്കൻഡും സെയിം തന്നെയാണ്. സോ സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഹോൾ പവർ ഓഫ് -2. സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഹോൾ പവർ ഓഫ് -2. ഒന്നുകൂടി സ്റ്റെപ്പ് പറയാം. ന്യൂമറേറ്ററിൽ കിലോഗ്രാം ആണ്, കിലോഗ്രാമിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്തു, ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു. സെയിം മീറ്റർ ആണ്, സോ മീറ്ററിനെ ഇതിലോട്ട് കൺവേർട്ട് ചെയ്തു, സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ 100 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ? സോ ഞാൻ ഇവിടെ മായ്ക്കുകയാണ്. സോ N2 equal to ഇത് 1 ആണ് കേട്ടോ. സോ ഗ്രാം ക്യാൻസൽ ചെയ്ത് എത്ര വരും? 1000 എന്ന് വരും. സോ 1000 ഞാൻ 10 ക്യൂബ് എന്ന് എഴുതി. 1000നെ എങ്ങനെ എഴുതി? 10 ക്യൂബ് എന്ന് എഴുതി. ഇൻറ്റു ഇവിടെ നോക്കിക്കേ, 100 ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ ആണ്. സോ 100 ബൈ 1 എത്രയാണ്? 100 തന്നെയാണ്. സോ 10 ആണ് വരിക. സോറി 100 ആണ് വരിക. 100നെ 10 സ്ക്വയർ എന്ന് എഴുതി. 10 സ്ക്വയർ ഹോൾ പവർ ഓഫ്, ഇവിടെ ഒരു 2 ഇല്ലേ? സോ ഹോൾ സ്ക്വയർ ഇൻറ്റു, ശ്രദ്ധിക്കുക, സെക്കൻഡ് ബൈ സെക്കൻഡ് എത്രയാണ്? 1 സെക്കൻഡ് ഡിവൈഡ് ബൈ 1 സെക്കൻഡ്. സോ 1 ആണ് വരിക. 1 പവർ ഓഫ് -2 എന്ന് വരും. 1 പവർ ഓഫ് -2 എന്ന് വരും. വൃത്തിയായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഈക്വൽ ടു 10 ക്യൂബ് ഇൻറ്റു 10 സ്ക്വയർ ഹോൾ സ്ക്വയർ എത്രയാണ്? 10 പവർ ഓഫ് 4 ആണ് ഇൻറ്റു 1 ആണ്. ഈക്വൽ ടു 10 പവർ ഓഫ് 7. കാരണം ബേസ് രണ്ടും സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യാണ്. ഈക്വൽ ടു 10 പവർ ഓഫ് 7. അപ്പൊ N2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 10 പവർ ഓഫ് 7 എന്ന് കിട്ടി. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്? വെച്ചാൽ 1 ജൂൾ ഈക്വൽ ടു 10 പവർ ഓഫ് 7 എർഗ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? 1 ജൂൾ ഈക്വൽ ടു 10 പവർ ഓഫ് 7 എർഗ്. ഒരു പ്രോപ്പർ പ്രൊസീഡിങ്സിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ തന്നെ പഠിക്കുക. വെരി ഡിഫിക്കൽട്ട് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ചോദ്യത്തിന്. ആ ചോദ്യം ഇതേ മാനറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ഒരു ചോദ്യം കൂടി ഇതേ മാനറിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. നമുക്ക് ഇതേ മാനറിലുള്ള അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 1 ന്യൂട്ടനെ ഡൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ചോദ്യം. 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്നാണ് ചോദ്യം. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ ആണ്? ഇവിടെ ന്യൂട്ടൺ എന്ന് പറയുന്നത് SI സിസ്റ്റമിലാണ് കിടക്കുന്നത്. ഡൈൻ എന്ന് പറയുന്നത് മുൻപിലത്തെ പോലെ തന്നെ CGSയിലാണ് കിടക്കുന്നത്. ഡൈൻ എന്ന് പറയുന്നത് CGSയിലാണ് കിടക്കുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി മുൻപിലത്തെ പോലെ തന്നെ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml t പവർ ഓഫ് -2 ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml t പവർ ഓഫ് -2 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. വേണമെങ്കിൽ ഞാൻ ഫോർമുല എഴുതി തരാം. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിന്റെ m ആണ്, ആക്സിലറേഷൻ lt പവർ ഓഫ് -2 ആണ്. അങ്ങനെയാണ് ഫോഴ്സിന്റെ ml t പവർ ഓഫ് -2 എന്ന് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ ഇക്വേഷൻ ആണ് n1 ഇൻറ്റു m1 L1 T1. ഇനി അതേ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ്? ഇവിടെ t പവർ ഓഫ് -2 മാത്രം വരും, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഈക്വൽ ടു n2 ഇൻറ്റു m1 L1, സോറി ഇവിടെ 2 ആണ് വരിക,
m2 L2 T2 power of minus 2 എന്ന് വരും. ക്ലിയർ? n1 into m1 L1 T1 power of minus 2 equal to n2 into m2 L2 T2 power of minus 2 എന്ന് വരും. ക്ലിയർ? നമുക്കറിയാം n1 എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്നാണ് ചോദ്യം. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണെന്നാണ് ചോദ്യം. സോ n1 എന്ന് പറയുന്നത് 1 ആണ്. n2 ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n2 ഈക്വൽ ടു, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? m1 L1 T1 power of minus 2 divided by m2 L2 T2 power of minus 2 എന്ന് വരും. ക്ലിയർ? m1 L1 T1 power of minus 2 divided by m2 L2 T2 power of minus 2 equal to, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? m1 by m2 പവറിൽ 1 തന്നെയാണ്. കാരണം m ന്റെ പവറിൽ ഒന്നുമില്ല. സോ 1 ഇടാം. നെക്സ്റ്റ് 1 L1 divided by L2 പവറിൽ എത്രയാണ്? ഇവിടെയും പവറിൽ 1 തന്നെയാണ്. നെക്സ്റ്റ് 1 T1 divided by T2 പവറിൽ -2 ആണ്. T1 divided by T2 പവറിൽ -2 ആണ്. ഇനി നമുക്ക് അറിയാവുന്ന നമ്മുടെ ക്വാണ്ടിറ്റീസിലോട്ട് നമ്മൾ ഇതിനെ മാറ്റുകയാണ്. m1 L1 T1 എന്ന് പറഞ്ഞ SI സിസ്റ്റത്തിലാണ്. സോ SI സിസ്റ്റത്തിൽ എന്താണുള്ളത്? കിലോഗ്രാം. ഇവിടെ ഗ്രാം ആണ് വരിക. പവർ ഓഫ് 1 തന്നെ വരും. ഇവിടെ L1 എന്ന് പറയുന്നത് ഏതാണ്? L1 എന്ന് പറയുന്നത് മീറ്ററിലാണ് വരിക. സോ മീറ്റർ, താഴെ സെന്റിമീറ്ററിൽ വരും. ഓക്കെ, പവറിൽ 1 തന്നെയാണ്. ടൈം രണ്ടിലും, SI-ലും CGS-ലും സെക്കൻഡ് തന്നെയാണ്. സോ ടൈം സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് പവറിൽ -2 എന്ന് വരും. സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് പവറിൽ -2. അപ്പൊ n2 ഈക്വൽ ടു എന്ന രീതിയിൽ വരും. ഇനി ഞാൻ ഈ പോർഷൻ മായ്ക്കുകയാണ്. സോ ദെൻ നെക്സ്റ്റ് വൺ, കിലോഗ്രാമിനെ നമ്മൾ ഏതിലോട്ട് മാറ്റണം? ഗ്രാമിലോട്ട് മാറ്റണം. സോ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. സോ 1000 ഗ്രാം ഡിവൈഡഡ് ബൈ 1 ഗ്രാം പവറിൽ 1 തന്നെയാണ്. ക്ലിയർ? ഇൻറ്റു മീറ്ററിനെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. സോ 100 സെന്റിമീറ്റർ നമുക്ക് 100 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ ഇൻറ്റു സെക്കൻഡ് ബൈ സെക്കൻഡ് എത്രയാണ്? 1 ആണ്. സോ വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. സെക്കൻഡ് ബൈ സെക്കൻഡ് പവർ ഓഫ് -2 പവർ ഓഫ് -2 എന്ന് എഴുതാം. ഫൈൻ. ദെൻ 1000 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 1000 തന്നെയാണ്. ഗ്രാമും ഗ്രാമും ക്യാൻസൽ ആയി ബാക്കി എത്ര എഴുതാം? 1000 നമുക്ക് എങ്ങനെ എഴുതാം? 10 ക്യൂബ് എന്ന് എഴുതാം. 1000 10 ക്യൂബ് എന്ന് എഴുതി. ഇൻറ്റു സെന്റിമീറ്ററും സെന്റിമീറ്ററും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 100 മാത്രമേ ഉള്ളൂ. 100നെ 10 സ്ക്വയർ എന്ന് എഴുതാം. 100നെ 10 സ്ക്വയർ. സെക്കൻഡ് ബൈ സെക്കൻഡ് 1 ആണ്. സോ 1 പവർ ഓഫ് -2. 1ന്റെ പവറിൽ എന്ത് വന്നാലും ഉത്തരം 1 തന്നെയാണ്. സോ n2 ഈക്വൽ ടു 10 ക്യൂബ് ഇൻറ്റു 10 സ്ക്വയർ. 10 ക്യൂബ് ഇൻറ്റു 10 സ്ക്വയർ എത്രയാണ്? 10 പവർ ഓഫ് 5. 10 ക്യൂബ് ഇൻറ്റു 10 സ്ക്വയർ ഈക്വൽ ടു 10 പവർ ഓഫ് 5. സോ നമുക്ക് n2 ന്റെ വാല്യൂ എത്ര കിട്ടി? 10 പവർ ഓഫ് 5. അപ്പൊ ഫൈനൽ ആൻസർ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുക? 1 ന്യൂട്ടൺ ഈക്വൽ ടു 10 പവർ ഓഫ് 5 ഡൈൻ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10 പവർ ഓഫ് 5 ഡൈൻ. വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ ഞാൻ വീണ്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ പാറ്റേണിൽ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കുക. ഒരു 2 മാർക്ക് ഓർ 3 മാർക്ക് വെയിറ്റേജ് വരുന്ന ചോദ്യമാണ് ഇത്. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കണം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് അടുത്ത അപ്ലിക്കേഷനിൽ അണ്ടറിൽ വരുന്ന ചോദ്യമാണ്. അപ്പൊ മൂന്നാമത്തെ അപ്ലിക്കേഷൻ, ഡയമെൻഷന്റെ മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആണിത്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ഡയമെൻഷൻസ് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പൊ ചോദ്യം ഇതാണ്: ടു ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. SP എന്ന് കൊടുത്തത് സിമ്പിൾ പെൻഡുലം ആണ്. എന്താണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്? പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം, അതായത് ടൈം പീരീഡ് നമ്മൾ ഡിറൈവ് ചെയ്യണം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ മാസ്. എന്താണ്? മാസ് ഓഫ് ദ ബോബ്. ആ പറയുന്ന പെൻഡുലം, നമുക്കറിയാം പെൻഡുലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ ആ താഴെയുള്ള ആ ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ അതിന് നമുക്ക് m എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ഫാക്ടർ ലെങ്ത്. പെൻഡുലത്തിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, L-നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിയല്ലേ? മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിന് നമുക്ക് G എന്ന് കൊടുക്കാം. സോ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ടേംസ് ആണ് മാസ് ഓഫ് ദ ബോബ്, ലെങ്ത്, അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ 3 ടേമിന് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ടൈം ഈസ് പ്രപ്പോർഷണൽ ടു ഒരു കോൺസ്റ്റന്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഈക്വൽ ടു ഇടുമ്പോൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. ഇപ്പൊ പ്രപ്പോർഷണൽ ടു
mLg. Time is proportional to mLg. ഈ മൂന്ന് കാര്യത്തിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ടൈം ഈക്വൽ പ്രൊപ്പോർഷണൽ ടു mLg എന്ന് എഴുതാം. പവറിൽ കൊടുക്കാം ABC എന്ന് കൊടുക്കാം, കാരണം ഡയമെൻഷനിലാണ് നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോ പവറിൽ ABC എന്ന് കൊടുക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. T മീൻസ് ടൈം. ടൈമിന്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ടി ആണ് ടൈമിന്റെ ഡയമെൻഷൻ. ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. നെക്സ്റ്റ് വൺ എൽ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്. സോ അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ ടി പവർ ഓഫ് -2. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി പവർ ഓഫ് -2 ആണ്. ക്ലിയർ അല്ലേ? സോ എല്ലാ ടേംസിന്റെയും ഈ പറയുന്ന ഇക്വേഷൻ നമ്പർ 1ന്റെ എല്ലാ ടേംസിന്റെ ഡയമെൻഷനും നമ്മൾ എടുത്ത് എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ പറയുന്ന ഡയമെൻഷൻസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ പറയുന്ന ഡയമെൻഷൻസ് എല്ലാം നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിയാലോ. ടി ഈക്വൽ ടു എമ്മിന്റെ പകരം ക്യാപിറ്റൽ എം പവർ ഓഫ് എ. നെക്സ്റ്റ് വൺ എല്ലിന് പകരം ക്യാപിറ്റൽ എൽ പവർ ഓഫ് ബി. അടുത്ത ജിക്ക് പകരം എൽ ടി പവർ ഓഫ് -2 പവർ ഓഫ് സി. എൽ ടി പവർ ഓഫ് -2 പവർ ഓഫ് സി. ഇവിടെ ലെഫ്റ്റ് സൈഡ് വെറും ടി ഇടുന്നതിന് പകരം ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. എം പവർ ഓഫ് 0 എൽ പവർ ഓഫ് 0 ടി പവർ ഓഫ് 1 ഈക്വൽ ടു എം പവർ ഓഫ് എ എൽ പവർ ഓഫ് ബി എൽ ടി പവർ ഓഫ് -2 പവർ ഓഫ് സി. ക്ലിയർ അല്ലേ? വെറുതെ ടി ഇടുന്നതിന് കൂടെ തന്നെ എമ്മും എല്ലും കൂടി ഇടാം. പവറിൽ 0 കൊടുത്താൽ അതെന്താണ്? 1 ഈക്വൽ ആണ്. സോ ആ രീതിയിൽ ഞാൻ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എഴുതി. നമുക്ക് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സീനെ ബ്രാക്കറ്റിനകത്തോട്ട് ഇടുകയാണ്. സോ എം പവർ ഓഫ് 0 എൽ പവർ ഓഫ് 0 ടി പവർ ഓഫ് 1 ഈക്വൽ ടു എം പവർ ഓഫ് എ എൽ പവർ ഓഫ് ബി. ഈ സീന് ഉള്ളിലോട്ട് എന്താവും? എൽ പവർ ഓഫ് സി ടി പവർ ഓഫ് -2c എന്നാവും. ക്ലിയർ അല്ലേ? സീനെ എല്ലിന്റെ പവറിലോട്ട് വരുമ്പോൾ എൽ പവർ ഓഫ് സി വരും. -2ന്റെ പവറിലോട്ട് വരുമ്പോൾ -2c എന്നാവും. നെക്സ്റ്റ് വൺ എം പവർ ഓഫ് 0 എൽ പവർ ഓഫ് 0 ടി പവർ ഓഫ് 1 ഈക്വൽ ടു എം പവർ ഓഫ് എ എൽ പവർ ഓഫ് ബി. ഇവിടെ എൽ പവർ ഓഫ് സിയും ഇവിടെ എൽ പവർ ഓഫ് ബിയും ആണ്. സോ എങ്ങനെ എഴുതാം? എൽ പവർ ഓഫ് ബി പ്ലസ് സി എന്ന് എഴുതാം. ടി പവർ ഓഫ് -2c എന്ന് എഴുതാം. ടി പവർ ഓഫ് -2c. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഞാൻ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയാണ് നമ്മൾ ജസ്റ്റ് ഓരോ ടേംസും പവേഴ്സ് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാണ്? LHSനെയും RHSനെയും പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ എമ്മിന്റെ പവറിൽ 0, ഇവിടെ എമ്മിന്റെ പവറിൽ എ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ഈക്വൽ ടു 0 എന്ന് മനസ്സിലാക്കാം. സോ ഇത് ഇക്വേഷൻ നമ്പർ 2. നെക്സ്റ്റ് വൺ എല്ലിന്റെ പവേഴ്സ് കമ്പയർ ചെയ്യൂ. ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 3. ശരിയല്ലേ? ഇവിടെ ബി പ്ലസ് സി ആണ്, ഇവിടെ 0 ആണ്. സോ ബി പ്ലസ് സി ഈക്വൽ ടു 0 ഇക്വേഷൻ നമ്പർ 3. അടുത്തത് ടിയുടെ പവർ കമ്പയർ ചെയ്യൂ. -2c ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 4. -2c ഈക്വൽ ടു 1. സോ -2c 1ന് ഈക്വൽ ആണെങ്കിൽ c ഈക്വൽ ടു എത്ര വരും? -1/2 എന്ന് വരും. -2c ഈക്വൽ ടു 1 ആണെങ്കിൽ c ഈക്വൽ ടു -1/2 എന്ന് വരും. ഇതിന് 4 കൊടുക്കണം. നമുക്ക് ഇതിനെ ഇക്വേഷൻ 4 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഏതിന്റെ വാല്യൂ ആണ്? ബിയുടെ വാല്യൂ ആണ് കിട്ടാനുള്ളത്. സോ നമുക്ക് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 4 in 3. നാലാമത് കിട്ടിയ ഇക്വേഷൻ മൂന്നാമത് കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ ബി മൈനസ് അല്ലെങ്കിൽ ബി പ്ലസ് -1/2 ഈക്വൽ ടു 0. ബി പ്ലസ് -1/2 ഈക്വൽ ടു 0. ബി ഈക്വൽ ടു -1/2 ഈക്വൽ ടു അപ്പുറത്തുമ്പോൾ 1/2 എന്ന് കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5. ബി ഈക്വൽ ടു 1/2. സോ നമുക്ക് എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇനീഷ്യലി ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. അതായത് ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസിന്റെ പവർ എം പവർ ഓഫ് എ, ലെങ്ത്തിന്റെ പവർ ബി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ പവറിൽ സി. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇനീഷ്യലി നമ്മൾ എഴുതി വെച്ചതാണ്. സോ ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം പവർ ഓഫ് എയുടെ വാല്യൂ എത്രയാണ്? 0. എൽ പവർ ഓഫ് ബിയുടെ വാല്യൂ എത്രയാണ്? 1/2. ജി പവർ ഓഫ് സി അല്ലെങ്കിൽ ജി പവർ ഓഫ് സി, സിയുടെ വാല്യൂ -1/2. അപ്പൊ ജി പവർ ഓഫ് -1/2. ഇതുവരെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ ഏത് വാല്യൂവിന്റെ പവറിൽ ഇപ്പൊ എം പവർ ഓഫ് 0 ആണെങ്കിലും എക്സ് പവർ ഓഫ് 0 ആണെങ്കിലും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആണ്. സോ ഏതിന്റെ പവറിൽ 0 വന്നാൽ വാല്യൂ 1ന് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ഒഴിവാക്കാം?
എമ്മിനെ നമുക്ക് ഒഴിവാക്കാം. സോ ടി ഈസ് പ്രപ്പോർഷണൽ ടു എൽ പവർ ഓഫ് 1/2 ജി പവർ ഓഫ് -1/2 എഴുതാം. ജി പവർ ഓഫ് -1/2. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം എക്സ് പവർ ഓഫ് 1/2 എന്ന് പറയുന്നത് റൂട്ട് എക്സിന് ഈക്വൽ ആണ്. എക്സ് പവർ ഓഫ് 1/2 എന്ന് പറയുന്നത് റൂട്ട് എക്സിന് ഈക്വൽ ആണ്. സപ്പോസ് എക്സ് പവർ ഓഫ് -1/2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സിന് ഈക്വൽ ആണ്. എക്സ് പവർ ഓഫ് -1/2 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 1/xന് ഈക്വൽ ആണ്. ഈ കാര്യം വൃത്തിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ടി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് L/G എഴുതാം. ടി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് L/G. എങ്ങനെയാണ്? എൽ പവർ ഓഫ് 1/2 എന്ന് പറയുന്നത് റൂട്ട് എല്ലിന് ഈക്വൽ ആണ്, വേറെ 1/√G ഈക്വൽ ആകുമ്പോൾ ഇങ്ങനെ എഴുതാം. ക്ലിയർ അല്ലേ? പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ടി ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് L/G എന്ന് എഴുതാം. ടി ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് L/G എന്ന് എഴുതാം. k ആണ് നമ്മുടെ കോൺസ്റ്റന്റ്. സോ അതിന്റെ വാല്യൂ k ഈക്വൽ ടു 2π ആണ്. സോ ടൈം പീരീഡ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് L/G എന്ന് എഴുതാം. ടൈം പീരീഡ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് L/G. വളരെ സിമ്പിൾ പ്രൊസീഡിങ്സ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ തന്നെ പഠിക്കാം. മനസ്സിലായിട്ടാണ് വിചാരിക്കുക. അടുത്തൊരു ചോദ്യം ഇതേ മാനറിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി ഡിറൈവ് ചെയ്യണം. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്ക്ഔട്ട് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിനുള്ള വേണ്ട ഹെൽപ്പുകളെല്ലാം ഞാനിപ്പോൾ തരാം. അതായത് ഇതിന് വേണ്ട ഡാറ്റാസ് എല്ലാം ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യാം. സോ അതായത് ഓർബിറ്റൽ വെലോസിറ്റി ഏതൊക്കെ ടേംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതല്ല മെയിൻലി ആവശ്യമുള്ളൂ. ഏതൊക്കെ ടേമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ആ സാറ്റലൈറ്റിന്റെ മാസ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ആ സാറ്റലൈറ്റിന്റെ മാസ് എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത് എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ദൂരം ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇപ്പൊ എർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വെക്കാം. സോ ഒന്നാമത്തെ ഇതിന്റെ മാസ്, രണ്ടാമത്തെ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഈ സാറ്റലൈറ്റിലുള്ള ദൂരം ആറിനെ ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് ജീനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് മുൻപിലത്തെ ചോദ്യത്തിന്റെ അതേ മാനറിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. പറ്റുവാണെങ്കിൽ ആൻസർ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ നമ്പേഴ്സ് പ്രൊവൈഡർ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പുകളിലൂടെ കൂടി നിങ്ങൾക്ക് ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഇതുപോലുള്ള ഫർദർ ചോദ്യങ്ങളെല്ലാം ഗ്രൂപ്പുകളിൽ വരും. സോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.